ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോണത് കണ്ടാലോ? വേറെ ആരുടെയല്ല, ഞങ്ങൾ നന്ദുവിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഒപ്പൊന്ന് ഫ്രീ ആയി കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ലാഗായി പോയത്. അപ്പോൾ ഇന്ന് കല്യാണത്തിലുള്ള ഡ്രസ്സ് എടുക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനും ദൃശ്യം സതിയും കൂടി കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. അതെ അല്ലേ? അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ കോട്ടയ്ക്കലുള്ള KMT കേട്ടോ പോയത്. ഞങ്ങൾക്ക് എന്താ ഡ്രസ്സ് എടുക്കേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി എന്താ പറ്റുന്നത് വെച്ചാൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നാരങ്ങളുടെ ഒക്കെ തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഡ്രസ്സുകൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കാണിച്ചു തരാം. ഇവിടെ 2 ഓട്ടോ ഉണ്ട്. ഇങ്ങനൊന്നും അല്ലടാ. ഗായ്സ്, എത്ര നോക്കിയിട്ട് എനിക്ക് ഡ്രസ്സുകളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിത് മാത്രമേ, എനിക്ക് 3 പറ്റണില്ല. അതാണ് മുഖത്തെ എക്സ്പ്രഷൻ. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. കുറേ ഡ്രസ്സുകൾ ഞങ്ങൾ നോക്കി. ഇങ്ങനെയൊന്നും ഇല്ലടാ ഗായ്സ്. വല ഇതാണ് മെയിൻ വല. ഞാനിത് തിരിച്ചിടും റിസപ്ഷന്. റിസപ്ഷന് ഞാൻ വെള്ള ഞങ്ങൾക്ക് KMTയിലൊന്നും കിട്ടിയില്ല. എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? കസ്റ്റമർ സർവീസ് പോകാം. ഞങ്ങൾ സീനത്ത് പോകാം. സീനത്ത് അടച്ചു. വെള്ളിയാഴ്ചയാണ് അത് തിരുവർക്കാണ് കുട്ടിയെ. ഞങ്ങളിപ്പോ എവിടെയാണ്? ഞങ്ങളിപ്പോ ചങ്കെട്ടില്ല, കോട്ടയ്ക്കലെത്തി. കോട്ടയ്ക്കല് സീനത്ത് അടച്ചു. വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്കത് ഓർമ്മ ഉണ്ടായില്ല ഗൈസ്. എന്നാ ഞങ്ങളെ കൊടുന്നൊക്കെ ഓട്ടോക്കാരനത് ഓർമ്മ വേണ്ടേ? അതുമില്ല. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടയിൽ നോക്കാൻ വിചാരിച്ച ഞങ്ങള് ഇവിടേക്ക് KR മാത്രമേ ഉള്ളൂ. വേറെ ഇവിടെ കടയൊന്നുമില്ല. ചങ്കോട്ടിക്ക് പോവാന്ന് വിചാരിച്ചാൽ പിന്നെ അവിടെ ഞങ്ങൾ ഇങ്ങോട്ടായിരുന്നു. ഫുള്ള് നടത്താണ്. ഇവിടെ ഒരാള് നിരാശാക്കാമുകയാണ്. ഞങ്ങൾ ഓട്ടോ എക്സ്പ്ലോർ ചെയ്യും. തലയ്ക്ക് സുഖമില്ലാത്ത 3 കുറച്ച് കളികളുള്ളവരെ എങ്ങനെയാണ് പോകാൻ ഇറങ്ങിയത്. ഇനിയും ഉണ്ടോ? സൂപ്പറാണ്. ഞങ്ങള് ഇതിപ്പോ 2 3 അടിച്ചത്. എന്താണെന്നറിയില്ല ഗൈസ്, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടുത്തെ ബിരിയാണി മാത്രമേ പറ്റുള്ളൂ. വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബിരിയാണി വന്നു. കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സീനത്തേക്ക് പോയിട്ടോ. അപ്പോൾ കട അടുത്ത കടയിൽ എത്തിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങളെ റേറ്റിന് കിട്ടണേ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഷരാരാസ് എടുത്ത് നോക്കൽ തുടങ്ങിയിട്ടു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു വയലറ്റാണ് ട്രൈ ചെയ്ത് നോക്കിയത്. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അത് ട്രൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പല കളേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്തു. ലാസ്റ്റ് പിന്നെ വയലറ്റ് തിരിഞ്ഞൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വയലറ്റ് അവളെടുത്തു. പിന്നെ അടുത്തത് എനിക്ക് നോക്കണം. പിന്നെ എനിക്കില്ലാത്തൊരു കളറായിരുന്നു പച്ച. അപ്പോൾ പച്ച കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഡ്രസ്സിങ് റൂമിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഇട്ട് നോക്കി. കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത പോലെ ഇഷ്ടമായി. പക്ഷെ കുറേ നേരം ഞാൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കി. ഫൈനലി ഞാനതെടുത്തു.
ഞങ്ങൾക്ക് സാധിക്കും ഡ്രസ്സ് കിട്ടാൻ ഞങ്ങൾ ലാസ്റ്റ് കിഡ്സ് സെക്ഷനിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. സാധിക്ക് കിഡ്സ് സെക്ഷനിലാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സാധിക്കും ഡ്രസ്സ് കിട്ടി. അങ്ങനെ അവൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതൊരു വൈലറ്റ് ആയിരുന്നു കേട്ടോ. അവൾക്ക് ആക്ച്വലി രസം ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതേപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങളൊരു വേറെ കളറായിട്ട് കൊടുത്തത്. ഗ്രീൻ ഒരു പീക്കോ കളർ പോലത്തെ ഒരു കളറാണ് പിന്നെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഡ്രസ്സ് കിട്ടി. ഹാപ്പി ഹാപ്പി 11 മണിക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി ആയിട്ടുണ്ടെന്ന്. പിന്നെ കുറച്ച് നേരം ഒന്ന് നെസ്റ്റോക്കും കൂടിയും പോയിട്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 കൂടി നെസ്റ്റോക്കിൽ പോയി. നെക്സ്റ്റ് പോയി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കുറേ നടന്നു. ലാസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു. അതിൻ്റെ നിർബന്ധമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കണോടത്തൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ മിറർ കണ്ടാൽ പിന്നെ നമ്മളാരും വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അതവിടെയൊക്കെ നിന്ന് കഴിഞ്ഞ് പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് കേക്കുകളും പേസ്ട്രീസൊക്കെ വാങ്ങി. അങ്ങനെ അതും കഴിച്ച് ഇങ്ങനെ കുറേ നേരം വർത്താനവും പറഞ്ഞ് അവിടെ ഇരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഏകദേശം 5:30 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം സെറ്റായി വീട്ടിൽ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇട്ടിരുന്നിരിക്കും. ബൈ.